പറയുന്നത് വർഷങ്ങളായിട്ട് നിന്നിരിക്കുന്നതല്ലേ, കഴിഞ്ഞ വർഷം മുതലല്ലേ നമ്മൾ അതെ 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 അതെ. വീണ്ടും നേരത്തെ നമ്മളുടെ കാരണവന്മാർ കൃഷ്ണമേനോൻ, ഗോപാലകൃഷ്ണമേനോൻ, ഗംഗാധരമേനോൻ, ശങ്കരമേനോൻ എന്നിവർ തുടങ്ങിവെച്ച ഒരു വളരെ പുരാതനമായ ആചാരമാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ പനങ്ങാട് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പനങ്ങാട് കുടുംബക്കാരുടെ വകയായി ഈ കോലവും ചൂട്ടുപടനിയും ഉൾപ്പെടെയാണ് ഇവിടെ നിന്നും ആരംഭിച്ച് കാഞ്ഞോളം ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടാണ് കാഞ്ഞോളത്തിൽ നിന്നും ഗരുഡൻ പറവ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട് എഴുന്നള്ളിയിരുന്നത്. അത് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ തറയിൽ ആമയുടെ തറയിൽ കുടുംബത്തിലെ പത്മനാഭൻ എന്ന ആളാണ് ഈ കോലം എടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം വളരെ നാളുകളായി ഈ കോലം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകനായ അജി പത്മനാഭനാണ് ഈ കോലം ഇപ്പോൾ എടുത്ത് ആചാരപരമായി കോലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പനങ്ങാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രം. ഇവിടുന്നാണ് ആദ്യമായി തുടങ്ങി വെച്ച കാലാകാലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുന്നേ, ഏകദേശം 50 വർഷത്തിന് മുന്നേ ഉള്ള ചരിത്രമാണ്, മുകളിലുള്ള ചരിത്രമാണ് ഈ പറയുന്നത്. നമ്മുടെ അമ്മാവന്മാർ, കുടുംബകാരണവന്മാർ നടത്തി വെച്ചൊരു ഇതാണ്. ഇവിടുന്ന് കോലവും ചൂട്ടുപടനയും ഉൾപ്പെടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അത് അവിടെ കാഞ്ഞോളം ക്ഷേത്രത്തിൽ സന്നിധിയിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് ഗരുഡൻ പറവ അവിടെ നിന്ന് ആരംഭിച്ച് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട്. ഇവിടുത്തെ കാഞ്ഞൂടം കമ്മിറ്റിയുടെ സുദൃഢമായ ഇടപെടൽ മൂലമാണ് ഈ നിന്നുപോയ ഈ ഒരു കോല വഴിപാട് പുനരാരംഭിക്കാൻ തുടങ്ങിയത്. അതിന് അവിടുത്തെ കഴിഞ്ഞ ഭരണസമിതി, ഗരുഡൻ ഭരണസമിതിയും അവിടുത്തെ സെക്രട്ടറി രാജീവ് ചേട്ടൻ, അതുപോലെ തന്നെ ശിവപ്രസാദ് എന്നിവർ മുൻകൈ എടുത്തിട്ടാണ് ഞങ്ങളെ വന്ന് സമീപിക്കുകയും ഞങ്ങളിത് വീണ്ടും തുടങ്ങാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുകയും കഴിഞ്ഞ പ്രാവശ്യം അവരുടെ പൂർണ്ണമായ സഹകരണത്തിലാണ് ഇവിടെ നിന്ന് കോലപ്പുറപ്പാട് നടത്തിയെടുത്തത്. ഇപ്പോൾ ഈ വർഷം നമ്മൾ കുടുംബക്കാർ മുൻകൈ എടുത്തും അവരുടെ സാമീപ്യം കൊണ്ടാണ് ഈ കോല വഴിപാട് ഇപ്പോൾ നടത്തപ്പെടുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും വളരെ നല്ല ഭംഗിയായിട്ട്, പൂർവാധികം ഭംഗിയായി തന്നെ വളരെയധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കോലം നല്ല രീതിയിൽ നടത്താനുള്ള ഉദ്ദേശമാണ് പനങ്ങാട് ക്ഷേത്ര കുടുംബത്തിനുള്ളത്. ഇതിന് വലിയ ഭാഗ്യമാണ് ഉണ്ടായിട്ടുണ്ട്. കാരണം കാഞ്ഞൂരാണ് നമ്മുടെ കേരളത്തിന്റെ കോലം എന്ന് പറഞ്ഞ തറവാട്. അവിടുന്നാണ് ഇത്തവണ വരയ്ക്കാൻ വന്നിരിക്കുന്നത്. കാഞ്ഞൂരാണ് കോലം താലം. ഒരുപാട് കോലങ്ങൾ, ഒരു ദിവസം 14 15 കോലങ്ങൾ വരയ്ക്കുന്ന ആ 4 വ്യക്തികളാണ്. അവരെ ഇതിനകത്തോട്ട് ക്ഷണിക്കാമല്ലോ, അവരിങ്ങോട്ട് മുന്നോട്ട് വന്ന് ഭാഗ്യമാണ് നമുക്ക് എല്ലാവർക്കും കേട്ടോ. പനങ്ങാടിനും എനിക്കും നമുക്ക് എല്ലാവർക്കും ആ 4 പേരെ നമ്മൾ ഇതിനകത്ത് ക്ഷണിക്കുകയാണ്. പേര് സജി എന്നാണ്. ആശാൻ മുന്നോട്ട് കടന്നു നിൽക്കും. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയപ്പോൾ ആളെയൊക്കെ എടുത്ത് റെഡിയൊക്കെ വെച്ച് രാവിലെ ആണ് ഇതിന്റെ യഥാർത്ഥ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ന് 7 മണിയോടുകൂടി കോലം നമ്മുടെ ഈ അമ്പലത്തിൽ നിന്നും പനങ്ങാട് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെടും. 8 മണിക്ക് അവിടെ എത്തിച്ചേർന്ന് കാഞ്ഞൂർ മഠത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും ഗരുഡൻ പറവ ആരംഭിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു വലിയ ഭാഗ്യമാണ്. ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു. അവർ ആദ്യമായിട്ടാണ് അമ്പലപ്പുഴ വരുന്നത്. ഇങ്ങനെ കോലം ഉണ്ടെന്ന് ഇത്രയും മഹത്തായ ഒരു കോലം ഒരുക്കിയതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം അവര് കാഞ്ഞൂര് മാത്രമേ കണ്ടുള്ളൂ. അമ്പലപ്പുഴ കോലം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചത്. ഞാൻ വിളിച്ച